അതൊരു വലിയ പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതി ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു സംതൃപ്തി ഇല്ല. അല്ല, ഞാനൊരു ആശയം വെച്ചു എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു വലിയ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പദ്ധതിയാണ്. അതായത് ഒരു 2006 ഇങ്ങനൊരു ആശയം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാർ എടുത്തു. അതുപോലെ DGP ശ്രീ ജേക്കബ് പുന്നു സാർ. പിന്നീട് അങ്ങോട്ട് പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു. 2008 നമ്മൾ പെരുമ്പാവൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 2 സ്കൂളുകൂടിയായി. 2010 കോഴിക്കോട് നടന്നിരിക്കുന്ന കലോത്സവത്തിൽ SPC നടത്തിയിരിക്കുന്ന ട്രെയിൻഡ് വോളണ്ടിയർ നടത്തിയിരിക്കുന്ന ആ കലോത്സവത്തിൻ്റെ യുവജനോത്സവത്തിൻ്റെ മാതൃകാപരമായിരിക്കുന്ന ഓർഗനൈസിങ് കണ്ട് അന്നാണ് സ്റ്റേറ്റ് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 2010 കോഴിക്കോട് വെച്ച് ശ്രീ VS അച്യുതാനന്ദ സാറ് മറ്റെല്ലാ പ്രമുഖ നേതൃത്വത്തിൻ്റെയും സാന്നിധ്യത്തിലാണ് നമ്മളിത് ഇനാഗ്രേറ്റ് ചെയ്തത്. അന്ന് 127 സ്കൂളുകളിലായി. അത് കഴിഞ്ഞ് 2011 ഇലക്ഷൻ കഴിഞ്ഞു. ഒരു അസന്നിഗ്ധാവസ്ഥ ഉണ്ടായിരുന്നു, അതെങ്ങനെ പോകും. പക്ഷേ അന്ന് മുഖ്യമന്ത്രിയെ വന്ന ഉമ്മൻചാണ്ടി സാർ അത് ഈ പദ്ധതി സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി പൂർവാധികം ശക്തിയോടുകൂടി നടപ്പിലാക്കണമെന്നും ആദ്യമായിട്ട് ബഡ്ജറ്റിൽ പൈസ വെച്ചു. അങ്ങനെ നമ്മൾ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. പിന്നീട് വന്നിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാർ, ആഭ്യന്തരമന്ത്രി, ഇവരെല്ലാം തന്നെ ഇതിന് പൂർവാധികം രമേശ് ചെന്നിത്തലയുടെ കാലത്താണ് ശ്രീ രാജ്നാഥ് സിംഗ് സാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കേരളത്തിൽ കൊണ്ടുവന്ന് SPC പദ്ധതി വീക്ഷിച്ചത്. 2013 ഈ പദ്ധതി ഗുജറാത്തിലേക്ക് നടത്തി. അന്ന് ഇന്നത്തെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി സാർ അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അത് അവിടെ 1000 സ്കൂളുകളിൽ നടപ്പിലാക്കി. ശ്രീ രമേശ് ചെന്നിത്തല സാറിൻ്റെ ആഗ്രഹപ്രകാരം ഇവിടെ വന്നിരിക്കുന്ന രാജ്നാഥ് സിംഗ് സാർ 2017 ഡൽഹിയിൽ പോയിട്ട് അന്ന് തന്നെ അനൗൺസ് ചെയ്തു ദേശീയവ്യാപകമാക്കുന്നു. 2018 ഇത് ദേശവ്യാപകമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ 13,000-ൽ പരം സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നു. കേരളത്തിൽ ഈ വർഷം ഏറ്റവും മനോഹരമായിട്ട് അതിന് പദ്ധതിക്ക് ഫണ്ടൊക്കെ കിട്ടിയിരിക്കുന്ന വർഷമാണ്. ശ്രീ പിണറായി വിജയൻ സാർ വളരെ പ്രത്യേക താല്പര്യം എടുത്തിട്ട് പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ എല്ലാ വർഷത്തിൻ്റെ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഫണ്ട് അനുവദിച്ചു. ഒരുപക്ഷെ SPCക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ വലിയ താല്പര്യമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് അതിൽ കാണിച്ചു കൊടുക്കുന്ന താല്പര്യം എന്ന് പറഞ്ഞ പ്രത്യേകം. അങ്ങനെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ രക്ഷിതാക്കളുടെയും പ്രത്യേകിച്ചും പറയേണ്ടത് അധ്യാപകരുടെ, പിന്നീട് ഇതിനു വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന ഈ പോലീസ് അവരെ പല ഉദ്യോഗസ്ഥന്മാരും രാത്രിയിൽ നൈറ്റ് പെട്രോൾ കഴിഞ്ഞതിന് ശേഷമാണ് രാവിലെ പരേഡ് എടുക്കാൻ പോകുന്നത്. അങ്ങനെ അവരുടെ അവരെ കുട്ടിയോട് കാണിക്കുന്ന ഒരു സ്നേഹം, അതൊരു രാജ്യത്തിൻ്റെ മാതൃകാ പുരുഷന്മാർ വളർത്തുനിൽക്കുന്നതിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്. എന്തായാലും വളരെ അഭിമാനം തോന്നുന്നതാണ്. കാരണം ഇത്രയും കുട്ടികൾ 440 കുട്ടികളാണ് ഇന്നിവിടെ പാസ് ഔട്ട് ചെയ്തത്. അതേസമയം തന്നെ നമ്മളൊരു റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മളെ കുട്ടികൾ നമ്മളെ ദേശീയ പതാകയും നോക്കിക്കൊണ്ട് മാർച്ച് ചെയ്യുന്നതും VIPക്ക് സല്യൂട്ട് സ്വീകരിച്ചൊക്കെ പോകും. അഭിമാനപൂരിതമായ രീതിയിൽ നമുക്ക് അതിനെ വീക്ഷിക്കാൻ പറ്റാറുണ്ട്. എനിക്കത് ലഹരി അങ്ങനെയുള്ള കുട്ടികളൊക്കെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കാലത്ത് ഈ SPC ഒക്കെ വന്നതിന് ശേഷം അതിനകത്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രവണതകൾക്കെതിരെ ഈ SPC കേഡറ്റുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തെങ്കിലും പദ്ധതി നമ്മളുണ്ടോ? ഇവിടെ ഇപ്പം ഇതിനു വേണ്ടിയിട്ട് SPCക്ക് ഒരു സ്റ്റേറ്റ് നോഡൽ ഓഫീസറുണ്ട്, അജിത. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് SPCയെ ഈ ആൻറ്റി ഡ്രഗ് വാരിയേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ എക്സാമിൻ്റെയൊക്കെ തിരക്കാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഈ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത് SPCയുടെ നേതൃത്വത്തിൽ. കാരണം 1 ലക്ഷം കുട്ടികൾ ഇപ്പോഴുണ്ട്. പാസ് ഔട്ട് ചെയ്തിരിക്കുന്ന 4-5 ലക്ഷം കുട്ടികളുണ്ട്. അവരെല്ലാവരും അവരുടെ രക്ഷിതാക്കളും കൂടി ഇറങ്ങിത്തീർന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ വളരെ നന്നായി ചെയ്യും. നല്ല രീതിയിലുള്ള ഒരു മയക്കുമരുന്നിനോടുള്ള റെസിസ്റ്റൻസ് കേരളത്തിലുള്ള സമൂഹം ഉണ്ടാകേണ്ടതുണ്ട്. അത് സാധ്യമാകുന്നതാണ് നമ്മൾ കരുതാറുള്ളത്. താങ്ക് യു സാർ.